യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈശ്വര, കൈവശം കൊടുക്കുന്നതിനൊക്കെ അല്പം മര്യാദ വേണ്ടേ? അമ്മ നോക്കിക്കോ അമ്മേ, അവളുടെ കൂടെ നടക്കുന്ന സൂര്യ നാളെ പോലീസ് കസ്റ്റഡിയിലാവും. അതിനൊരു സംശയം വേണ്ട മോളെ. ഇപ്പൊ തന്നെ സേതു അല്ല ധ്രുവനെ കൊന്നതെന്ന് പോലീസിന് മനസ്സിലായി കഴിഞ്ഞു. അതെങ്ങനെ? സേതു ധ്രുവനെ കത്തിച്ചു കളഞ്ഞു എന്നല്ലേ പറഞ്ഞത്? കത്തിച്ചു കളഞ്ഞെങ്കിൽ പിന്നെ ഇപ്പൊ ബോഡി കിട്ടിയതോ? അത് നേരാണല്ലോ. അതിന്റെ അർത്ഥം ഭാവനയും ഭാനവും കൂടെയാണ് ധ്രുവനെ കൊന്നു കുഴിച്ചു മൂടിയതെന്നല്ലേ? മിക്കവാറും സൂര്യൻ കൂടെ ചേർന്നിട്ടാവും ധ്രുവനെ കുഴിച്ചു മൂടിയത്. ആ ഒരുമ്പട്ടോൾക്ക് വേണ്ടി അവൻ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. ഇതുവരെ തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിയ ധ്രുവൻ കേസിനാ ഇപ്പൊ തെളിവ് കിട്ടിയിരിക്കുന്നത്. മിക്കവാറും ഭാവനയും ഭാനുവും ഗോതമ്പുണ്ട തിന്നും മോളെ. ആ ഭാവനയും ഭാനുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത് അപ്പേട്ടൻ വീഡിയോ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ അമ്മേ? അതെ, അത് കിട്ടിയിട്ട് വേണം എനിക്ക് നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അതൊന്ന് അയച്ചു കൊടുക്കാൻ. കൊള്ളാം, നല്ല കുടുംബസ്നേഹം. എന്തിനാ ആന്റി ഇത്രയും അധപ്പതിച്ചു പോകുന്നത്? മറ്റുള്ളവരുടെ കണ്ണീരിലെ ആനന്ദം കാണുന്നവരെ ദൈവം വെറുതെ വിടത്തില്ല. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഇടപെടും. നിങ്ങളുടെ കാര്യത്തിലല്ല, ഭാവനയെ ബാധിക്കുന്ന ഏത് കാര്യത്തിലും ഞാൻ ഇടപെടും. അതിന് ഭാവന നിന്റെ ആരാടാ? നിനക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് നോവാൻ? അയ്യോ, അത് ഇതുവരെ ആന്റിക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ല. ഭാവനയ്ക്കൊരു പ്രശ്നം വന്നാ അതെന്റെ പ്രിയപ്പെട്ടവനായ സൂര്യയെ ബാധിക്കും. സൂര്യയെ ബാധിക്കുന്ന കാര്യമാവുമ്പോ അതെനിക്ക് നല്ലതുപോലെ നോവും. നോക്ക്, മര്യാദക്ക് നിന്നില്ലെങ്കിൽ അടുത്ത പായസം ഉണ്ടാക്കുന്നതേ നിനക്ക് വേണ്ടിയായിരിക്കും. ഓ, ഇറങ്ങി പോടാ അവിടുന്ന്. ഞാൻ പോയേക്കാം. പോ. അപ്പേട്ടൻ വന്നു കേട്ടോ. ഞാനേ പായസം എടുക്കാം. നിനക്ക് അച്ഛൻ വന്നല്ലോ. ദേവപ്പേട്ട, പായസം കുടിച്ചിട്ടാവും ഇനി വിശേഷങ്ങൾ പറയുന്നത്. എന്താ പപ്പേട്ട ഇങ്ങനെ നോക്കുന്നത്? പപ്പേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ പായസം വെച്ചത്. പായസം കൊണ്ടുപോയിക്കോളാൻ നോക്കുന്നു, ഇല്ലെങ്കിൽ ഞാനത് തട്ടിക്കളയും. പപ്പേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഒരിക്കൽ പറയുന്നു പായസം വെക്കാൻ, ഇപ്പൊ പറയുന്നു തട്ടിക്കളയൂന്ന്. പപ്പേട്ടൻ ഇത് എന്താ പറ്റിയേ? ഇനി പറ്റാനൊന്നുമില്ല. നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല, അത്ര തന്നെ. മനസ്സിലായില്ല, ഒന്ന് തെളിച്ചു പറ. പറയാനൊന്നുമില്ല മോളെ. ഇപ്പോഴും ജയം ഭാവനയുടെ ഭാഗത്ത് തന്നെയാ. ആ ധ്രുവൻ മരിച്ചത് തലയിൽ ആണി തെറിച്ചിട്ടാണെന്നല്ലേ സേതു നമ്മളോട് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ആ SI ഗോകുൽദാസിനോടും SP ജെയിംസിനോടും പറയുകയും ചെയ്തു. അതനുസരിച്ചിട്ടാ SP സേതുവിനെ കസ്റ്റഡിയിലെടുത്തത്. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ധ്രുവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് അറിയോ? ധ്രുവൻ വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചതെന്ന്. ഇനി എന്തടിസ്ഥാനത്തിൽ പോലീസ് ഭാവനയും ഭാനുവിനെയും കസ്റ്റഡിയിലെടുക്കും? സേതുവിനെതിരെ പോലും വ്യക്തമായ തെളിവില്ലാതെ ഒന്നും ചെയ്യാനാവില്ല. ഈശ്വര, ഈ വാർത്ത കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്? ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലേ പപ്പേട്ട? നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കില്ലേ? നടക്കും ജാനകി. എന്ത് നാറിയ കളി കളിച്ചും ഭാവനയ്ക്കും ഭാനുവിനും ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുക്കും. കണ്ടല്ലോ പ്രാർത്ഥന, മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാ ഇവരൊക്കെ. ഇവരുടെയൊക്കെ നിഴല് നമ്മുടെ ദേഹത്ത് വീണാ മതി നശിക്കാൻ. ഒരു കുടുംബത്തിന്റെ പതനം മാത്രം ലക്ഷ്യം വെച്ചാ ഇവരൊക്കെ ജീവിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാ ജാനകി, ധ്രുവൻ ആരോ വിഷം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാളെ പോലീസ് കണ്ടെത്തിയാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും പപ്പേട്ട?
അല്ല ഇനി ആ ഡോക്ടർക്ക് പറഞ്ഞത് തെറ്റിയതായിരിക്കോ? വെറുതെ മണ്ടത്തരം പറയാതെ ജാനകി. ഒരിക്കലും ധ്രുവന് മറ്റൊരു കൊലയാളി ഉണ്ടാവാൻ പാടില്ല. എന്നാലേ ഭാവനയും ഭാനുവും തന്നെയാണ് ധ്രുവനെ കൊന്നതെന്ന് തെളിയിക്കാൻ പറ്റും. അതല്ല മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ സേതുവിനെ തന്നെ പ്രതിയാക്കി കേസ് ക്ലോസ് ചെയ്യിക്കണം. ആ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ശിക്ഷിക്കപ്പെട്ടാലും മതി ആ കുടുംബം നശിക്കാൻ. SP വിചാരിച്ചാലൊന്നും ചെയ്യാൻ പറ്റില്ലേ പപ്പേട്ട? അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അയാൾ ചെയ്തു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം നശിച്ചില്ലേ? ഇല്ല പപ്പേട്ട, പപ്പേട്ട നോക്കിക്കോ. ഒന്നെങ്കിൽ സേതു അല്ലെങ്കിൽ ഭാവന ഉറപ്പായിട്ടും ധ്രുവന്റെ കേസിൽ അകത്ത് പോയിരിക്കും. ഇവിടെ നടക്കുന്നതൊക്കെ ഭാവനയോട് സൂര്യയോട് എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല പ്രാർത്ഥന. എന്തിനാ വീണ്ടും പ്രശ്നങ്ങൾ വലുതാക്കുന്നെന്ന് കരുതിയിട്ട. ഇവർക്കൊക്കെ നല്ലത് തോന്നിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. അമ്മേ മഹാമായേ, ധ്രുവന്റെ കേസിൽ നിന്നും ഭാവനയ്ക്കും ഭാനുവിനും ഒരിക്കലും മോചനം കിട്ടരുതേ. അമ്മേ, ധ്രുവനെ കൊന്നതിനും കുഴിച്ചിട്ടതിനുമുള്ള ശിക്ഷ ഭാവനയ്ക്ക് തന്നെ കിട്ടണേ ദേവി. ഒരു പാവം ചെറുപ്പക്കാരനെ വേരോടെ ഇല്ലാതാക്കിയതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണേ അമ്മേ. എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആ ഭാവനയ്ക്കൊപ്പം ചുറ്റി നടക്കുന്ന സൂര്യയ്ക്കും നീ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണേ ദേവി. ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ചതിന്റെ ശിക്ഷയായിട്ട് നീ അവർക്കിട്ടൊരു പണി കൊടുക്കണേ ദേവി. അമ്മേ, കഷ്ടം. ഇവരുടെയൊക്കെ വിചാരം മറ്റുള്ളവരെ ദ്രോഹിക്കില്ല ദൈവങ്ങളുടെ ജോലിയെന്ന. ഇനി എന്നാണോ എന്തോ ഇവർക്കൊക്കെ നല്ല ബുദ്ധി തോന്നിക്കുന്നത്. അമ്മേ ഭഗവതി, ദേവി മഹാമായേ. ഓ, എന്തൊരു പ്രാർത്ഥന, മുടിഞ്ഞു പോതുള്ളൂ. എന്നോട് ക്ഷമിക്കണം. പോലീസ് സേതുവിനെ പിടിച്ചോണ്ട് പോയി എന്നറിഞ്ഞപ്പോൾ ദേഷ്യത്തിലാ ഞാൻ ജന്മദിനം ഒന്നും ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞത്. ഒന്നു മാറി ഓരോ ദുരിതങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടായപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. ഇപ്പോ സൂര്യമോൻ വന്ന് പറഞ്ഞ വാർത്ത സത്യമായിരിക്കണേന്ന എന്റെ പ്രാർത്ഥന. ധ്രുവന്റെ മരണം ഒരിക്കലും നമ്മുടെ മക്കള് കാരണം ആവരുത്.